നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ സെയിം പാറ്റേണിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് എന്നാൽ മോഡൽ ഒന്ന് ഇച്ചിരി മാറ്റി പിടിച്ചാൽ എങ്ങനെയുണ്ടാവും? അതും ഒരു വെറൈറ്റി കളറിൽ. ഈ ഒരു കളറിൽ നമുക്ക് അധികം ഓർഡേഴ്സ് വരാറില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ അതൊരു അടിപൊളി ഫീൽ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നമുക്ക് തമിഴ്നാട്ടിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഡ്രസ്സിന്റെ സ്ലീവ്സിൽ കുറച്ച് ബീഡ്സ് ഇടയാറുണ്ടായിരുന്നു. പഞ്ച് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേ. നല്ലൊരു കളർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പഞ്ച് ബീഡ്സ് എവിടെയും കിട്ടാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാറുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായേനെ ഹാരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രസ്സ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു മിസ്സിങ് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ബോട്ടം ബോഡി സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയറും കൂടെ നെറ്റ് ആഡ് ചെയ്താലോ എന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഒരു ലെയറും കൂടെ നെറ്റും കൂടെ എക്സ്ട്രാ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ പഫി ആയിട്ടിരുന്ന ഒന്നുകൂടെ ലുക്ക് കൂടുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നെറ്റ് അതിന്റെ അടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ഇച്ചിരി പാടാണ്, കാരണം ഓൾറെഡി ഇതിന്റെ ലെയർ കുറെ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് ഇതിനൊക്കെ ഒന്ന് പിടിച്ച് ഒരു വിധത്തിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ. അതിന്റെ ഇടയിലാണെങ്കിൽ ഒരു ലോഡ് നൂല് പൊട്ടലും. അങ്ങനെ ഒരു വിധത്തിൽ അന്ന് നൈറ്റ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ലുക്ക് വരുന്നത്. ഇതിന്റെ സ്ലീവ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട്. പിന്നെ ഇതിന്റെ നെക്ക് ലൈന് നമ്മൾ നോർമലി കൊടുക്കുന്നത് റൗണ്ടും വി ഒക്കെ ആണല്ലോ. ഇപ്രാവശ്യം നമ്മൾ നെക്ക് ലൈന് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കസ്റ്റമർ തന്ന റെഫറൻസിൽ ഈ ഒരു ടൈപ്പ് നെക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഷേപ്പ് ഒന്ന് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലോ എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി മറക്കേ വേണ്ട. പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ക്യാപ്ഷനിലുണ്ടാവും കേട്ടോ. അപ്പൊ ഓക്കേ.